യേശുദമ്പുരാൻ പറഞ്ഞു, യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ യാചിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കപ്പെടുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പിതാവ് അപ്പം ചോദിക്കുന്ന മകന് കല്ല് കൊടുക്കുമോ? അഥവാ മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദോഷികളായി നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. യേശുദമ്പുരാൻ ഊമനായ ഒരു പിശാചിനെ പുറത്താക്കി. അത് പുറത്തായപ്പോൾ ആ ഊമൻ സംസാരിച്ചു. അത് കണ്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. എന്നാൽ അവരിൽ ചിലർ, ഇവൻ പിശാചിനെ പുറത്താക്കുന്നത് പിശാചുക്കളുടെ തലവനായ ബെൽസെബൂബിലിനെ കൊണ്ടാണ് എന്ന് പറഞ്ഞു. വേറെ ചിലർ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നൊരടയാളം കാണിക്കണമെന്ന് അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരമറിഞ്ഞ് യേശുദമ്പുരാൻ അവരോട്, സ്വയം ഛിദ്രിക്കുന്ന രാജ്യം നശിച്ചു പോകും, സ്വയം ഛിദ്രിക്കുന്ന ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഛിദ്രിച്ചാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ പിശാചിനെ പുറത്താക്കുന്നത് ബെൽസെബൂലിനെ കൊണ്ടാണെന്ന് നിങ്ങൾ പറയുന്നല്ലോ. നിങ്ങളുടെ പവിത്രന്മാർ പിശാചിനെ പുറത്താക്കുന്നത് ആരെ കൊണ്ടാകുന്നു? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായി തീരും. എന്നാൽ ഞാൻ ദൈവത്തിന്റെ ശക്തി കൊണ്ട് പിശാചിനെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു. ഷൈനോ ശ്ലോ മോൽക്കുൽക്കോ